ഈ കമലാ നായരെ അറിയോ? കമലാ നായരോ? ഏത് കമലാ നായര്? ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന കമലാ നായരല്ലേ? എനിക്കറിയാം, ഞാൻ കൊണ്ടുവിടാം. ഇതാളല്ലടോ, പോസ്റ്റ് ഓഫീസിലെ കമലാ നായര. പാവം, എവിടുന്നോ വഴി അറിയാതെ വന്നൊരു പെങ്കൊച്ച. അതിനായിട്ട് വട്ടം കിടക്കുന്നത് കണ്ടോ? അത് കമലാ മേനോൻ. ഇത് നമ്മുടെ ഡോക്ടർ വേണുഗോപാലിന്റെ ഭാര്യയാ. ഞാൻ കൊണ്ടുവിടാൻ മോളെ. പേടിക്കണ്ട, എല്ലാരും വലിയ പരോപകാരികളാ. അതുകൊണ്ടാ അഡ്രസ്സിംഗ് കൊണ്ടാ. നേരെ താഴോട്ട് നടന്നോളൂ. അവിടെ നെസ്റ്റർ സ്കൂൾ കാണും. അതിനടുത്ത കമലാ നായരുടെ വീട്. ആ, നല്ലൊരു കേസായിരുന്നു. അവൻ വന്ന് ചിറ്റിച്ചു കളഞ്ഞു. തമാശ കളയണം മിസ്റ്റർ മേനോൻ. MLA മേനോൻ വിചാരിച്ചാൽ നടക്കാത്ത വല്ല കാര്യം ഈ നാട്ടിലുണ്ടോ? വകുപ്പ് മന്ത്രി രാജിവെച്ചത് അറിയാലോ. ഈ വകുപ്പ് ഇപ്പൊ മുഖ്യന്റെ കയ്യിലാ. എന്നാലും നാരായണ മേനോന്റെ പ്രതിച്ഛായക്ക് യാതൊരു മങ്ങലും പറ്റിയിട്ടില്ല. സ്വന്തം മരുമോന്റെ കല്യാണ അതും ഇതും പറഞ്ഞ സമയത്ത് എത്താതിരുന്ന പെങ്ങളുടെ സ്വഭാവം അറിയാലോ. അയ്യോ, എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ എത്തിക്കോളാമെന്ന്. താലികെട്ട് കഴിയുന്നതിന് മുമ്പെങ്കിലും അങ്ങ് എത്തിയ കൊള്ളാം. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ തിരക്കുകാരന് ബന്ധുക്കളായിട്ടൊക്കെ പിണക്ക. 10:30 മുഹൂർത്തം, മറക്കണ്ട. സാധനങ്ങളൊക്കെ കയറ്റിയില്ലേ? ഓ, ഗോവിന്ദാട്ടന്റെ മോളല്ലേ? അതെ. ഇവിടെ എങ്ങനെ എത്തി? ചേച്ചിയെ കാണാൻ വന്നതാ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ മേനോൻ സാറിന്റെ കയ്യിലാ. ഇനി ബാറിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനേ ഞങ്ങൾ വരൂ. എന്നാ ഇറങ്ങട്ടെ. ഗോവിന്ദാട്ടനും അച്ഛനും എങ്ങനെ കഴിഞ്ഞവരായിരുന്നു. രാഷ്ട്രീയക്കാരനായിട്ട് എന്താ, ജീവിക്കാൻ മറന്നുപോയ മനുഷ്യൻ. ഞാൻ വീട് വിട്ടിറങ്ങിയപ്പോ ആദ്യം മനസ്സിൽ വന്ന ചേച്ചിയാണ്. അതേതായാലും നന്നായി കുട്ടി. ഞാനൊരു കല്യാണത്തിന് പോകുകയാ. നാളെ തന്നെ തിരിച്ചെത്തും. ചേച്ചി, എവിടെയെങ്കിലും എനിക്കൊരു ജോലി ശരിയാക്കി തരണം. അടുക്കളപ്പണി ആയാലും മതി. ഞാൻ സന്തോഷത്തോടെ ചെയ്തോളാം. അതൊക്കെ ചേട്ടനോട് പറഞ്ഞ് ഞാൻ ശരിപ്പെടുത്തിക്കോളാം. നിനക്കൊരു പ്രശ്നവും വരില്ല. അല്ല, നീ ഇതുവരെ പോയില്ലേ? ഏതായി കുട്ടി? ഞാൻ പറയാറില്ലേ നമ്മുടെ പല്ലിശ്ശേരിയിലെ ഗോവിന്ദാട്ടനെ പറ്റി. അദ്ദേഹത്തിന്റെ മോളാ രാധ. ഗോവിന്ദേട്ടൻ നിന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നല്ലോ. ഈ കുട്ടി കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. ജാനകി, എന്തോ? ഈ കുട്ടിക്ക് ഒരു മുറി തുറന്നു കൊടുക്കൂ. വരൂ, മോള് പോയി വിശ്രമിച്ചോളൂ. എല്ലാ കാര്യവും ഞാൻ ചേട്ടനോട് പറഞ്ഞോളാം. അതെ, ഒന്നിറങ്ങി ഒരു കാര്യം പറയാനുണ്ട്. എന്നോടാണോ? അതെ അതെ, ഒന്ന് വന്നേ. വാ. വാസനയുണ്ട്, ധൈര്യമുണ്ട്, പക്ഷെ സ്പീഡ് പോരാ. അതെ, ഞാനാ വണ്ടി ഡ്രൈവർ. ആ ഇരിക്കുന്ന എന്റെ യാത്രക്കാരനാ. അയാളുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് മോഷണം പോയാലേ എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം. അതെ അതെ, ഈ യാത്രക്കാരോട് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്ന ഒരു നല്ല ഗുണമാണ്. പക്ഷെ കട്ടാൽ കണ്ടുപിടിക്കുന്നത് അത്ര ഗുണമുള്ള കാര്യമല്ല. മാന്യമായിട്ട് തൊഴിൽ കൊണ്ടു നടക്കുന്നവർക്ക് നാണക്കേടുണ്ടാക്കരുത്. അതിന് എന്താ ഇപ്പൊ ഇത്ര വലിയ അത്യാവശ്യം? അത്യാവശ്യം എന്ന് പറഞ്ഞാ എനിക്കങ്ങനെ കാശിനോട് വലിയ ആർത്തിയൊന്നുമില്ല. വണ്ടിക്ക് ഇച്ചിരി പെട്രോൾ അടിക്കണം, ഹോട്ടലിൽ ഒരു ദിവസം വാടക കൊടുക്കണം, പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണം. എല്ലാം കൂടെ എന്ത് വേണ്ടി വരും? ഒരു 200 ബക്സ്. എന്ന് പറഞ്ഞാൽ എത്രയാ? 200 രൂപ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഞാൻ ആ ഓട്ടോമൊബൈൽസിന്റെ മുമ്പിലുള്ള ടാക്സി സ്റ്റാൻഡിൽ കാണും. കിട്ടുമ്പോ തന്നാ മതി. ഇതിനിപ്പോ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞു. നന്ദിയൊക്കെ പിന്നെ പറയാം. ആദ്യം കാര്യം നടക്കട്ടെ. മഞ്ചല്ലേ.
ആ, പോകുന്ന തിരക്കിൽ കമലം മുഴുവൻ വിവരങ്ങളും പറഞ്ഞില്ല. ആ, പേരെന്താന്നാ പറഞ്ഞത്? രാധ. ഇക്കാലത്ത് ഒരു ജോലി കിട്ടുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? ജോലി ഇല്ലാത്തവരെ കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറതിയില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചാൽ ജോലി ഒരു പ്രശ്നമല്ല. വരൂ വരൂ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എന്ത്, തലക്കടി കയറ്റുന്നോ? എങ്കിലത് റിപ്പർ തന്നെ. ആളവിടെ തന്നെ പിടിച്ചു വെച്ചോളണം. എന്ത്, ആള് രക്ഷപ്പെട്ടെന്നോ? മോളെ, ഇവിടെ പ്രതിയെ പിടിച്ച് കയ്യിൽ ഏൽപ്പിച്ചാൽ തന്നെ കേസ് തെളിയിക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെ രക്ഷപ്പെട്ട കേസ്. MLA വീട്ടിൽ നിന്നോ? ഞങ്ങൾ ഇതാ വരുന്നു. ആ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും കല്ലേറും തല്ലും ഒക്കെ കൊള്ളണതല്ലേ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയാലേ നിങ്ങളൊക്കെ പഠിക്കുള്ള എന്റെ മാഷേ. നിങ്ങളെ വിളിച്ച് ഉപദ്രവിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. പക്ഷേ ബോധം തെളിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാ സ്ഥലത്തും വിളിച്ച് അറിയിച്ചു കഴിഞ്ഞിരുന്നു. എന്താ നടന്നതെന്ന് പറയൂ. മോഷണ ശ്രമമായിരുന്നോ? ഏയ്, ഇവിടെ എന്ത് മോഷ്ടിക്കാനിരിക്കുന്നു? ഇതെന്തോ രാഷ്ട്രീയ പഴപോക്കലാണ്. ഓഹോ. എന്തോ ശബ്ദം കേട്ട് ഈ കുട്ടി ഓടി വന്നതും നിലവിളിച്ചതും അടിയേറ്റതും ഒന്നിച്ചായിരുന്നു. ഏതാ ഈ കുട്ടി? എന്റെ ഒരു റിലേറ്റീവാണ്. ആളെ നീ കണ്ടിരുന്നോ? ചോദിച്ചത് കേട്ടില്ല. ആളെ നീ കണ്ടിരുന്നോ എന്ന്? കണ്ടിരുന്നു. ഇനി കണ്ടാ തിരിച്ചറിയോ? വിളക്കു വെച്ച നേരം മനുഷ്യനെ കൊണ്ട് സാറേ, പുഷ്കരൻ സ്വന്തമായിട്ടൊന്ന് വിളിക്കിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞാൽ ഇത് എവിടത്തെ നിയമമായി? അയ്യോ, സത്യമായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. അയ്യോ എന്റെ പൊന്ന് സാറേ, ദേ ഞാൻ ഇന്ന് ഇറങ്ങിയുള്ളൂ. പരിപാടി തുടങ്ങിയല്ലേ? അയ്യോ, എനിക്ക് വയറ്റിൽ വേദന എടുത്തപ്പോ ഞാൻ ദേ ഇവിടെ ഇരുന്നതാ. നിനക്ക് എന്നാണ് ഇപ്പൊ ഒരു വയറ്റിൽ വേദന? ഇപ്പൊ വയറ്റിൽ വേദന വരണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഞാൻ വിഷമിപ്പിക്കരുത് കേട്ടോ പറഞ്ഞ്. നീ അല്ലേ MLA നാരായണമേനന്റെ വീട്ടിൽ കയറി മോഷിച്ച്? അയ്യോ എന്റെ പൊന്ന് സാർ, അതൊക്കെ വലിയ വലിയ ശോഭരാജിനെ പോലെ ആൾക്കാർ. നമ്മൾ വല്ല കായക്കോലയോ കോഴിയോ താറാവോ. അതേ സത്യം ഞാൻ കട്ടു എന്ന് പറയും, എടുത്താ ഞാൻ എടുത്തു എന്ന് പറയും. അത് വേറെ പ്രശ്നം. എന്റെ അമ്മ സത്യന്റെ എന്ന് അവിടെ പഠിക്കണില്ല. ആ പിന്നെ നമ്മുടെ MLA വീട്ടിലേക്ക് ടാക്സിയില് ഒരാള് കേറി പോകുന്നത് ഞാൻ കണ്ടു. ടാക്സി കണ്ടാ നീ അറിയോ? പിന്നെ ടാക്സി ഉണ്ടറിയാൻ പാടില്ലേ? ഈ സാറിന്റെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേ അട്ടിക്കും ഞാൻ വെറുതെ. ടാക്സിയിലാണ്ടായിരുന്നോ? പിന്നെ ഒരാളുണ്ടായിരുന്നു. മീശ. അയ്യോ ഭയങ്കര മീശ, എന്റെ പൊന്നു സാറേയുള്ള മീശ. ഒരാളുണ്ടായിരുന്നു. ആരാത്? ഡ്രൈവർ. പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോവാം. എന്നെ പിടിക്കണ്ട. നീ അടി വാങ്ങിക്കും. പിടിക്കാൻ വേണ്ട സാറേ. സാറൊന്ന് വിട്ടു നോക്കി. ഞാൻ ഓടൂല എന്ന് പറഞ്ഞാൽ ഓടൂല. വിട്ടുനോക്ക്. കളി വേണ്ട. നീ നടക്കാം. ചുറ്റിക്കണേ.
ഒരു കളവുകൂടി നടത്തി അല്ലേ? അതെങ്ങനെ മനസ്സിലായി? അല്ല, കളവ് മുതൽ കൊടുക്കാനല്ലേ മുകുന്നേട്ടൻ വരാറുള്ളൂ. ഓരോ തവണയും വിചാരിക്കും ഈ വൃത്തികെട്ട പണി ഇനി വേണ്ടാന്ന്. കൽപ്പിക്കുമ്പോ അനുസരിച്ചല്ലേ പറ്റൂ. എല്ലാം ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇതുകൊണ്ടൊക്കെ മുകുന്നേട്ടൻ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു. എന്നെങ്കിലും പോലീസ് പിടിച്ചാൽ അനുഭവിക്കാൻ ചേട്ടൻ ഒറ്റയ്ക്ക് കാണും. ഇവിടുത്തെ ആള് തിരിഞ്ഞു നോക്കില്ലെന്ന് ഉറപ്പാ. സാരോപദേശാവും അല്ലേ? എന്താടി? മുഴുവനുണ്ട്. ഇരുതല മൂർച്ചയുള്ള ബ്ലേഡ്, അതാണ് ഫെർണാണ്ടസ്. കൈക്കൂലി കൊടുക്കാൻ ഫെർണാണ്ടസ് ഫൈനാൻസിയേഴ്സിൽ നിന്നും വാങ്ങിയ കാശ് തിരിച്ച് ഫെർണാണ്ടസിന്റെ കയ്യിൽ. ഏതായാലും കൈക്കൂലി ആയതുകൊണ്ട് അത് മോഷണം പോയ കാര്യം മേനോൻ പോലീസിനോട് പറഞ്ഞിട്ടില്ല, ഇനി ആരോടും പറയുകയും ഇല്ല. എടാ, കക്കാൻ പോയ കട്ടിട്ട് പോരണം. അതിനിടയ്ക്ക് അവന്റെ ഒരു സെന്റിമെന്റ്സ്. 4 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണ്ടേ? ആ പെണ്ണിനെ തിരിച്ചറിഞ്ഞാലോ? അവളെന്നെ പോലീസിന് കാണിച്ചു കൊടുക്കില്ല. ആ, എന്നാ നിന്റെ ഭാഗ്യം. ഒരിക്കൽ അകത്തായാൽ കഴിഞ്ഞതെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരും. എന്നാ പിന്നെ ആയുഷ്കാലം മുഴുവൻ അകത്ത് തന്നെ കിടക്കാം. ഞാൻ അകത്തായാൽ ഫെർണാണ്ടസ് മുതലാളി ഈ AC റൂമിൽ ഇരുന്ന് നോട്ട് എണ്ണു. ഒന്നിച്ചു പോകാത്ത എടാ മണ്ട, ഈ ഫെർണാണ്ടസിനെ ശിക്ഷിക്കാൻ എവിടെടാ തെളിവുകൾ? പക്ഷേ ജീവപര്യന്തത്തിനോ വേണ്ടി വന്നാൽ തൂക്കിക്കൊല്ലാനോ വിധിക്കാവുന്ന നിന്റെ ആ പഴയ സംഭവം ഉണ്ടല്ലോ, അതിന് തെളിവുണ്ട്. ഈ ഫെർണാണ്ടസ് അത് മറക്കണ്ട. ഏത് ടാക്സിയുടെ ഇന്നലെ കണ്ട്? അതിപ്പോ ഏത് ടാക്സിയാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒരു ടാക്സി ആയിരിക്കും. ആ ടാക്സി ഏതാണോ എന്നോട് ചോദിച്ചത്? യൂണിഫോം ഇട്ട പോലീസുകാർ നിലനിൽക്കുമ്പോ അതിൽ സ്വന്തം തന്റെ പോലീസായുണ്ടെങ്കിലും എന്റെ തന്ത ഏതാന്ന് ചോദിച്ചെനിക്ക് പറയാൻ പറ്റുമോ? അതുപോലെ ഈ ടാക്സിയുടെ കാര്യം മറ്റേ വർത്താനം പറഞ്ഞാൽ തെണ്ടി, നീ പറഞ്ഞില്ലേ ടാക്സി എന്നെ തിരിച്ചറിയുന്നു? പറയാനുള്ളത് ഞാൻ എവിടെയായാലും പറയും. അത് ഈ പുഷ്കറിന്റെ സ്വഭാവ. ഞാൻ ടാക്സി കണ്ടത് ശരിയേ. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ചോളാം. ഇവനെ കൊണ്ട് ലോക്കപ്പിലടെ ഒന്ന് കൈകാര്യം ചെയ്തെങ്കിൽ ഇവനൊക്കെ സത്യം പറയും. അഹങ്കാരി. സാറേ, ഇത് ജല്ല എന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റില്ല. അതല്ല വഴി, ഇതിലെ പോടാ. ഇതിലെ ഞാൻ പോകാൻ പോയതല്ലേ. ഇതിലാരെയാ ഇന്നലെ കണ്ടത്? ഇതിലാരുമില്ല. രാധേ, ചേച്ചി വന്നിട്ട് പോയാ പോരെ? ചേച്ചിയോട് വിവരം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഏതായാലും ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. ഈ രാത്രിയിൽ എവിടെ പോനാ?
എവിടേക്കാ? എവിടേക്കാണെന്ന്? എനിക്കറിഞ്ഞൂടാ. ഏതായാലും രാത്രിയിൽ ഒറ്റയ്ക്ക് പോകണ്ട. വണ്ടിയിലോട്ട് കയറി. കേറിക്കോ വെച്ചേ, കള്ളന്മാരെ വിശ്വസിക്കാം. ഇറങ്ങ. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇറങ്ങ. വണ്ടിയോട്ടമാണ് എന്റെ ജോലി. ആ സമയത്ത് പലയിടത്ത് വെച്ചും പല പെണ്ണുങ്ങളെയും കാണാറുണ്ട്. പക്ഷേ ഒരു കുരിശിനെ ഞാൻ വലിച്ചു വണ്ടി കയറ്റാറില്ല. കൊച്ചിനോട് കയറാൻ പറഞ്ഞത് എന്താണെന്നറിയോ? പോലീസിന്റെ വായിന്ന് എന്നെ രക്ഷിച്ചതുണ്ട്. എന്നോട് സത്യമേ പറയാവൂ. പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് അടുത്ത് പരിചയമൊന്നുമില്ല. പക്ഷേ കള്ളം പറഞ്ഞാൽ മനസ്സിലാവും. എന്താ പേര്? രാധ. ആ മേനോനായിട്ട് എങ്ങനെ പരിചയം? മിസ്സിസ് മേനോനായിട്ടാ എനിക്ക് പരിചയം. മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്കൂൾ നടത്തിയിരുന്നു. അവരുടെ അച്ഛനും എന്റെ അച്ഛനും അടുത്ത കൂട്ടുകാരായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു ജോലി അന്വേഷിച്ച്. ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ? കൂടെ വരാൻ എനിക്കാരുമില്ല. അച്ഛനും അമ്മയൊക്കെ? അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അച്ഛൻ അടുത്ത കാലത്ത് മരിച്ചു. മരിച്ചതല്ല, കൊന്നത്. ആര്? അമ്മ മരിച്ചപ്പോ എന്നെ വളർത്താൻ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചു. ചെറിയമ്മ. അവരാണ് എന്റെ ജീവിതം തകർത്തത്.